നമ്മളുടെ സെറ്റിങ്ങിൽ അല്ലെങ്കിൽ നമ്മളുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ അതിപ്പോൾ ഹോസ്പിറ്റൽ ആയാലും നഴ്സിംഗ് ഹോം ആയാലും ചിലപ്പോഴെങ്കിലും നഴ്സസിനെ ബ്ലെയിം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാണാറുണ്ട്. അതായത് ഫാമിലി ഒരു റെസിഡൻറ്റിൻ്റെ കെയർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുന്ന സിറ്റുവേഷൻ വരുമ്പോൾ റെസിഡൻറ്റ് പറയുന്നതൊന്നും ഫാമിലി പറയുന്നത് വേറൊന്നും ആയിരിക്കും. സോ എസ്പെഷ്യലി പുതുതായിട്ടുള്ള നഴ്സസ് വരുമ്പോൾ അവരൊരുപാട് കൺഫ്യൂസ്ഡ് ആകാറുണ്ട്. എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത്, ആര് പറയുന്നതാണ് ഫോളോ ചെയ്യേണ്ടത്. സോ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് എങ്ങനെയാണ് ലീഗലി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എത്തിക്കലി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്, പ്രൊഫഷണലി നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നത്, ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. നിങ്ങളുടെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ നഴ്സിംഗ് ഹോമിൽ ഒരു റെസിഡൻറ്റ് വന്നു. റെസിഡൻറ്റ് നിങ്ങളോട് പറഞ്ഞു ഫ്യൂച്ചറിൽ എനിക്ക് CPR വേണ്ട, എന്തെങ്കിലും ഒരു അക്യൂട്ട് ഇവൻ്റ് ഉണ്ടായാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിറ്റീരിയേഷൻ ഓഫ് കണ്ടീഷൻ വന്നാൽ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണ്ട. പക്ഷേ റെസിഡൻറ്റിൻ്റെ കണ്ടീഷൻ പെട്ടെന്ന് വേഴ്സ് ആവുകയും ഫ്യൂച്ചറിൽ നിങ്ങളത് ആ റെസിഡൻറ്റിൻ്റെ വിഷ് നിങ്ങൾ ഫോളോ ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ ഫാമിലി പെട്ടെന്ന് അതിലേക്ക് ഇൻവോൾവ് ആവുകയും നിങ്ങളെ അതിന് ബ്ലെയിം ചെയ്യുകയും ചെയ്യുന്നു. മേ ബി അവർ കംപ്ലയിൻറ്റ് ചെയ്യും, നിങ്ങളത് കറക്റ്റായിട്ട് ടൈമിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ല. ഇങ്ങനൊരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്നത്, ലീഗലി നിങ്ങൾക്ക് നിങ്ങളെ സേവ് ചെയ്യാൻ പറ്റുന്നത്? അവിടെയാണ് അഡ്വാൻസ് കെയർ ഡയറക്റ്റീവിൻ്റെ ഇമ്പോർട്ടൻസ്. നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഈ ഒരു വേർഡ് കേട്ടിട്ടുണ്ടായിരിക്കാം, അത് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കാം. എങ്കിൽ പോലും അതിനെക്കുറിച്ചുള്ള ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. എന്താണ് അഡ്വാൻസ് കെയർ ഡയറക്റ്റീവ്? ഒരു പേഴ്സൻ്റെ പേഴ്സണൽ വാല്യൂസ്, അവരുടെ ഫ്യൂച്ചർ വിഷ്, എൻഡ് ഓഫ് ലൈഫ് വിഷ്, ഇതിനെയൊക്കെ കുറിച്ച് പ്രോപ്പറായിട്ട് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും അവരുടെ വിഷ് നമ്മൾ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്ത് അത് ഫോളോ ചെയ്ത് അത് റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അഡ്വാൻസ് കെയർ ഡയറക്റ്റീവ്. ഇതൊരിക്കലും ഒരു ദിവസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് അന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സല്ല. ഇതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. നിങ്ങളുടെ ഫെസിലിറ്റിയിലേക്ക് ഒരു റെസിഡൻറ്റ് വരുമ്പോൾ ആ ഡേയിൽ നിന്ന് തന്നെ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം പ്രോപ്പറായിട്ട് അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കി ആ ഒരു ഡിസ്കഷൻ ഓൺഗോയിങ് ആയിട്ട് കൊണ്ടുപോകുക. ഒരു റെസിഡൻറ്റിൻ്റെ കണ്ടീഷൻ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം ഫ്യൂച്ചറിൽ ചേഞ്ച് ആകുന്നത്. ആ ഒരു ടൈമിൽ പോലും അവരുടെ ആ ഒരു വിഷനാണ് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്നുള്ളൊരു ഫീല് ആ റെസിഡൻറ്റിന് ഈ ഒരു അഡ്വാൻസ് കെയർ ഡയറക്റ്റീവിലൂടെ ലഭിക്കുകയും ഇത് കൂടാതെ ഫാമിലി അല്ലെങ്കിൽ നമ്മൾ സ്റ്റാഫ് മെമ്പേഴ്സിന്, അതായത് നഴ്സസിനെ ഇത് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഡിസിഷൻ മേക്കിംഗ് ഡോക്യുമെൻ്റായിട്ട് കീപ്പ് ചെയ്യുകയും ഫ്യൂച്ചറിൽ ഇതുപോലുള്ള ബ്ലെയിം എന്തെങ്കിലും ഉണ്ടായാൽ അത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. എപ്പോഴാണ് അഡ്വാൻസ് കെയർ ഡയറക്റ്റീവ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്? ആസ് ഏർലി ആസ് പോസിബിൾ. നിങ്ങളുടെ ഫെസിലിറ്റിയിലേക്ക് ഒരു റെസിഡൻറ്റ് വന്നാൽ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ഈ ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കുക. പക്ഷെ അതിൻ്റെ മീനിങ് ഒരിക്കൽ പോലും നിങ്ങൾ ഡയറക്റ്റ്ലി ചെന്ന് നിങ്ങളുടെ എൻഡ് ഓഫ് ലൈഫ് വിഷ് പറ എന്നുള്ളൊരു കാര്യമല്ല നമ്മൾ അവരോട് പറയുന്നത്. നമ്മൾ അവരോട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഇത് എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറഞ്ഞു മനസ്സിലാക്കും. ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ചേഞ്ച് ആയാൽ നിങ്ങളുടെ വിഷ് റെസ്പെക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പ്രിഫറൻസ്, നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഇതൊക്കെ ഞങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ നമുക്ക് റിട്ടൺ ഡോക്യുമെൻറ്റേഷൻ ആയിട്ടോ അല്ലെങ്കിൽ വോയിസ് റെക്കോർഡായിട്ടോ അതല്ലെങ്കിൽ വീഡിയോ റെക്കോർഡായിട്ടോ കീപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഓൾവേസ് ആ ഒരു റെസിഡൻറ്റിൻ്റെ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ കപ്പാസിറ്റി അസസ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ആ റെസിഡൻറ്റിന് കപ്പാസിറ്റി അസസ്മെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു ഡോക്യുമെൻറ്റേഷൻ വാലിഡായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നതല്ല. സോ അതിനാദ്യം കപ്പാസിറ്റി അസസ് ചെയ്യാം. റെസിഡൻറ്റിന് കപ്പാസിറ്റി അസസ് ചെയ്ത് ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്തതിന് ശേഷം ഈ ഡോക്യുമെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യും. അവർക്കുണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, റെസിഡൻറ്റ് നിങ്ങളുടെ ഫെസിലിറ്റിയിൽ വരുമ്പോൾ ഈ ഒരു അഡ്വാൻസ് കെയർ ഡയറക്റ്റീവ് ഇല്ല, അതുകൂടാതെ റെസിഡൻറ്റിന് കപ്പാസിറ്റി ഇല്ല, ഈ ഒരു സിറ്റുവേഷനിൽ എന്തായിരിക്കും ചെയ്യുന്നത്? അസിസ്റ്റന്റ് ഡിസിഷൻ മേക്കിംഗ് സർവീസ് അവൈലബിൾ ആയിട്ടുണ്ട്. സേജ് ഇൻവോൾവ് ആകുന്ന കേസുകളുണ്ട്. ഇതുകൂടാതെ സോഷ്യൽ വർക്കർ, MDT ടീമിൽ വരുന്ന ഡോക്ടേഴ്സ് ഇതെല്ലാം ഇൻവോൾവ് ആകുന്നുണ്ട്. അത് റെസിഡൻറ്റിൻ്റെ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ആ ഒരു കണ്ടീഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ഡിസിഷൻ അവരെടുക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിനോടൊപ്പം ഒരു ലിങ്ക് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് തരുന്നുണ്ട്. അത് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഡീറ്റെയിൽസ് അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. നമ്മൾ ഈ അഡ്വാൻസ് കെയർ ഡിസിഷൻ മേക്കിംഗ് ടൈമിൽ റെസിഡൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
MDT ടീം ഇൻവോൾവ് ആകുന്നുണ്ട്. അതായത് നഴ്സസ്, ഡോക്ടർ, ഫാമിലി മെമ്പേഴ്സ്. അപ്പോൾ അവർക്ക് ആഗ്രഹമാണ് ഞാൻ എൻ്റെ ഒരു വിഷ് പറയുന്ന ടൈമിൽ എൻ്റെ ഫാമിലി മെമ്പർ വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ചോദിക്കുമ്പോൾ അത് ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് അവരോടൊപ്പം നിൽക്കാവുന്നതാണ്. പക്ഷെ ഒരിക്കലും ആ ഒരു ഡിസിഷൻ നമ്മൾ എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഫാമിലി എടുക്കാൻ പാടില്ല. ഇതെപ്പോഴും മേക്ക് ഷുവർ ചെയ്യുക റെസിഡൻറ്റ് തന്നെയായിരിക്കും ആ ഒരു ഡിസിഷൻ എടുക്കുന്നത്, അതിൽ മറ്റാരും ഇൻവോൾവ് ആവുന്നില്ല എന്നുള്ളത്. ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് ഡോക്യുമെന്റിലൂടെ ഇത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും പ്രസിഡന്റിന്റെ റൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. സോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അവരുടെ ലൈഫാണ്, അവരാണ് ഡിസിഷൻ എടുക്കേണ്ടത്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്നെ കോൺടാക്ട് ചെയ്യാം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. താങ്ക് യു വെരി മച്ച്.